പേപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തിയറി ഓഫ് ഇക്വേഷൻസ് ആൻഡ് അബ്സ്ട്രാക്ട് ആൾജിബ്ര എന്നാണ് ഈ പേപ്പറിന്റെ പേര്. അബ്സ്ട്രാക്ട് ആൾജിബ്ര. അപ്പൊ അതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നമ്മൾ നോട്ട് സെൻഡ് ചെയ്തിരുന്നു. അപ്പം അതിൽ നമ്മൾ ഫസ്റ്റ് ഡിവിഷൻ ഓഫ് പോളിനോമിയൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് ഇപ്പം ഒരു നമ്പറിൻ്റെ കേസിൽ നമ്മൾ ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 5ൽ എത്ര 2 ഉണ്ട്? 2 ടൈംസ് അല്ലേ? 2 × 2 4. റിമൈൻഡർ എത്ര വരുന്നേ? 1 അല്ലേ? ഇതിനെ നമ്മൾ എന്ത് പറയും? കോഷ്യന്റ് എന്നും ഇതിനെന്താ വിളിക്കുക? ഡിവൈസർ എന്ന് വിളിക്കും അല്ലേ? ഡിവൈസർ എന്നും ഇതിനെ നമ്മൾ ഡിവിഡൻഡ് എന്നും ഇതിനെ നമ്മൾ റിമൈൻഡർ എന്നും വിളിക്കും. ഓക്കെ, 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ 5നെ നമ്മൾ ഡിവിഡൻഡ് എന്നും 2നെ നമ്മൾ ഡിവൈസർ എന്നും, ഈ 2നേക്കാൾ എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കും അല്ലേ 5. പിന്നെ 2നെ നമ്മൾ ഇതിൽ കോഷ്യന്റ് എന്നും ഇതിനെ നമ്മൾ എന്ത് റിമൈൻഡർ എന്നും വിളിക്കും. അപ്പോൾ നമ്മളിതിനെ ഒരു ജനറലി നമ്മൾ പറയാന്നുണ്ടെങ്കിൽ എ ബി ക്യു ആർ കോഷ്യന്റ്, ഇയാള് ഡിവൈസർ, ഇയാള് ഡിവിഡൻഡ്, റിമൈൻഡർ. നമ്മൾ ജനറലി നമ്മൾ ഇതിനെ കോഷ്യന്റ് നമ്മൾ ക്യൂ കൊണ്ടും, ഡിവിഡൻഡിനെ എ കൊണ്ടും, ഡിവൈസറിനെ ബി കൊണ്ടും, റിമൈൻഡറിനെ ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് എ എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ബി ഇൻറ്റു ക്യൂ പ്ലസ് ആർ എന്ന് എഴുതിക്കൂടെ? ബി ഇൻറ്റു ക്യൂ പ്ലസ് ആർ. ഇതിൽ ക്യൂ എന്ന് പറഞ്ഞാൽ കോഷ്യന്റ്, ആർ റിമൈൻഡർ. ഇവിടെ നമ്മൾ 5നെ നമുക്ക് എങ്ങനെ എഴുതാമായിരുന്നു? 5 = 2 × 2 + 1 അല്ലേ? ഇയാള് കോഷ്യന്റ്, റിമൈൻഡർ. 2 × 2 4, 4 + 1 5. അപ്പോൾ 5നെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം അല്ലേ? അപ്പൊ ഈ നമ്പറിന് നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. A = BQ + R എന്നുള്ള രൂപത്തിൽ എഴുതാം. ഇനി ഇഫ് R 0 ആണെന്നുണ്ടെങ്കിൽ, റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? B ആരെ ഡിവൈഡ് ചെയ്യുമെന്ന് പറയാം? എനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറയാം അല്ലേ? ഇവിടെ നോക്ക്, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇപ്പൊ ഞാൻ 6 എന്ന് പറഞ്ഞ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇത് 3 അല്ലേ? ഇത് 6 0. ഇവിടെ റിമൈൻഡർ എനിക്ക് 0 എന്ന് കിട്ടി. അപ്പൊ 6നെ എനിക്ക് 2 × 3 എഴുതി അല്ലേ? +0. അപ്പോ ഈ 6നെ ആരൊക്കെ ഡിവൈഡ് ചെയ്യും? 2 ഡിവൈഡ് ചെയ്യും. അതുപോലെ 3യും 6നെ ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞൂടെ? 2യും 6നെ ഡിവൈഡ് ചെയ്യും, 3യും 6നെ ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ R 0 ആവുമ്പോൾ ആര് ഡിവൈഡ് ചെയ്യും? ഈ ബിയും ഡിവൈഡ് ചെയ്യും. അതുപോലെ ക്യൂവും എനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, R 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? then B divides A എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പോളിനോമിയൽസിന്റെ കേസിലോട്ട് വരാം. ഇതിപ്പോ നമ്പറിന്റെ കേസിൽ. ഇനി പോളിനോമിയലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ f(x), g(x) രണ്ട് പോളിനോമിയൽസ് നമ്മൾ എടുക്കുകയാണ്. let f(x) = a0 x⁻n plus a1 x⁻n - 1 plus etc. plus an n അല്ലേ? ഇത് തൊട്ട് മുമ്പ് an-1 x⁻1 എന്നുള്ള ഫോം വരും. അപ്പോൾ ഇവിടെ g(x) എന്ന പോളിനോമിയലോ b0 x⁻, ഇവിടെ ഞാൻ n
എടുത്തു, ഇവിടെ എം എടുക്കാൻ പോകണം. എം ഡിഗ്രി പോളിനോമിയലാണ്, ഇത് n ഡിഗ്രി n പോളിനോമിയലാണ്. അപ്പോൾ ഇത് നമുക്ക് b1 x റേസ് ടു m മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് bm റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും എന്താണ്? എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എന്താണ്? പോളിനോമിയലാണ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും പോളിനോമിയൽസ് ആണ്. ഡിഗ്രി എത്രയാണ്? എമ്മും എന്നും ആണ് അല്ലേ? എഫ് ഓഫ് എക്സിന്റെ എന്നും ജി ഓഫ് എക്സിന്റെ എമ്മും, എൻ ആൻഡ് എം. കൂടാതെ ഡിവിഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ 5 ഈ 2 ഡിഗ്രിയേക്കാൾ ഗ്രേറ്റർ ആണോ, നമ്മൾ ആരെയാണോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈ രൂപത്തിലാണ്. അപ്പൊ ആര് ഡിഗ്രി ആയിരിക്കും വലുത് വേണ്ടിയത്? ഇയാളെ ഡിഗ്രി അല്ലേ? അപ്പൊ ഇതാണ്. അപ്പൊ ഇയാളെ ഡിഗ്രി ആരാ? എൻ. അപ്പൊ എൻ അല്ലേ ഗ്രേറ്റർ എന്റെ, എൻ ഗ്രേറ്റർ ദാൻ എം. ഓക്കെ, പിന്നെ എ നോട്ടും ബി നോട്ടും എന്താണ്? 0 ആവരുത്. 0 ആയാൽ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി ഒന്നുകൂടി കുറയും അല്ലേ? എ നോട്ട് 0 ആയാൽ ഈ n മൈനസ് 1 ഡിഗ്രി പോളിനോമിയൽ. അതുപോലെ ബി നോട്ട് 0 ആയി കഴിഞ്ഞാൽ ഈ mth ഡിഗ്രി പോളിനോമിയലാന്ന് പറയൂല. അപ്പൊ നമുക്ക് എന്താണ്? ഈ കണ്ടീഷനും കൂടെ ഇവിടെ മസ്റ്റ് ആണ്. എ നോട്ടും 0 ആവരുത്, ബി നോട്ടും എന്താവരുത്? 0 ആവരുത്. ഓക്കെ, അങ്ങനെ രണ്ട് പോളിനോമിയൽസ് ഞാൻ എടുത്തു, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. അപ്പൊ നമ്മളിവിടെ നമ്പേഴ്സിന്റെ കേസിൽ ഡിവിഷൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ പോളിനോമിയൽസിന്റെ കേസിൽ പറയാനാണ് ശ്രമിക്കുന്നത്. നമ്മള് എന്ത് ചെയ്താ? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്യൂ ഓഫ് എക്സ് അല്ലേ കോഷ്യന്റ് കിട്ടും. അതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ റിമൈൻഡർ ആർ ഓഫ് എക്സ് കിട്ടും. ഓക്കെ, നമ്മൾ ഇവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എന്താണ്? പോളിനോമിയൽസ് ആണ്. നമ്മൾ നമ്പേഴ്സിന്റെ കേസിൽ ഡിവിഷൻ പറഞ്ഞു, നമ്മൾ പോളിനോമിയൽസിന്റെ കേസിൽ ഡിവിഷൻ പറയാൻ പോവാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് ആണ് ക്യൂ ഓഫ് എക്സ്, റിമൈൻഡർ ആണ് ആർ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എനിക്ക് എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? നമ്മൾ ഇവിടെ ഈ രൂപത്തിൽ വന്നപ്പോൾ എനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാം അല്ലേ? അതുപോലെ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇനി നമ്മളിവിടെ പറഞ്ഞിരുന്നു r 0 ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ r ഈക്വൽ ടു 0 എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ബി എന്ത് ചെയ്യും? ദെൻ ബി എനെ ഡിവൈഡ് ചെയ്യും. ഈ ഡിവൈഡ്സ് എന്നുള്ള ചിഹ്നം നമ്മൾ ഇങ്ങനെ ഇടണം കേട്ടോ. ഇങ്ങനെ ഇട്ടാൽ അത് ഡിവൈഡഡ് ബൈ എന്നാവും. അപ്പോൾ നമ്മൾ 6 ഡിവൈഡഡ് ബൈ 2 3. ഇവിടെ എന്താണ്? 2 ഡിവൈഡ് 6, രണ്ടും രണ്ടാണ് കേട്ടോ. ഇത് ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ് ഇങ്ങനെ ഈ രൂപത്തിൽ ഇടണം, ഇതിനെ ഈ രൂപത്തിൽ. ഓക്കെ, ആ നൊട്ടേഷൻ ഒന്ന് ചെരിച്ചിട്ടാണ് വെച്ചെന്നുണ്ടെങ്കിൽ എന്ത് നേരെ വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ r 0 റിമൈൻഡർ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ ബി എന്ത് ചെയ്യും? എനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ആർ ഓഫ് എക്സ് 0 ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? ജി ഓഫ് എക്സ് എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറയാം അല്ലേ? ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യും. ഇത് മായ്ക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ പോളിനോമിയൽസിന്റെ കേസിലോട്ട് വന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് divisible by g of x എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? g of x is a factor of f of x. ഈ രൂപത്തിൽ നമുക്ക് പറയാം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് എന്ത് പറഞ്ഞു? ഞാൻ
6നെ ഞാൻ 2 കൊണ്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലേ, ഈ കേസിൽ നമുക്ക് എന്ത് പറയാം, ഈ ഫസ്റ്റ് പറഞ്ഞ ആള് g of x f of x നെ ഡിവൈഡ് ചെയ്യും. ഇവിടെ ഇയാളല്ലേ g of x അല്ലേ, അപ്പൊ 2 എന്ത് ചെയ്യാം 6നെ ഡിവൈഡ് ചെയ്യാം. ഇതൊരു കേസ്. ഒന്നുകിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, f of x ഈ g of x നെ കൊണ്ട് ഡിവൈഡബിൾ ആണ്. അതായത് f of x 6 divisible by 2 അല്ലേ, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡിവിസിബിൾ ബൈ g of x. അല്ലെങ്കിൽ മൂന്നാമത്തെ ഇതിൽ എങ്ങനെ പറയാം, g of x അതായത് 2 is a factor of f of x അതായത് 6 അല്ലേ. അപ്പൊ ഈ 3 രൂപത്തിൽ നമുക്ക് പറയാം. റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ 2 എന്ത് ചെയ്യുക 6നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 6 ഡിവിസിബിൾ ബൈ 2 എന്ന് പറയാം. അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞ ആള് 6ന്റെ ഫാക്ടർ ആണെന്ന് പറയാം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. r of x 0 ആണെന്നുണ്ടെങ്കിൽ g of x എന്ത് ചെയ്യുക f of x-നെ ഡിവൈഡ് ചെയ്യുക. f of x divisible by g of x അല്ലെങ്കിൽ g of x is a factor of f of x. ഓക്കെ, അപ്പോൾ ഇത്രയും രൂപത്തിൽ നമുക്ക് പറയാം. ഇനി r of x 0 ആണെന്നുണ്ടെങ്കിൽ r of x ഒന്നുകിൽ 2 കേസല്ലേ ആകെ ഉണ്ടാവുക. അപ്പോൾ ഏത് നമ്പർ ഞാനിപ്പോൾ 5 എന്ന നമ്പർ ഞാൻ എടുത്തു, 5ന് ഞാൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് വരും, 1 വരും അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യും, ഒരു നമ്പർ 7 ചെയ്യുകയാണെങ്കിൽ 7 2 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ചെയ്യുമ്പോൾ അല്ലേ ഈ രൂപത്തിൽ വരാം. അപ്പൊ ഏത് എന്താണ് രൂപത്തിൽ ചെയ്യുമ്പോഴും റിമൈൻഡർ ഒന്നുകിൽ 0 കിട്ടും, അല്ലെങ്കിൽ റിമൈൻഡർ ആരെക്കാൾ ചെറുതായിരിക്കും, ഈ g of x ഇയാളെക്കാൾ ചെറുതായിരിക്കും. രണ്ട് കേസാണ് ആകെ ഉണ്ടാവുക. എന്താണ്, ഒന്നുകിൽ either r of x equal to 0 or അല്ലാത്ത കേസ് r of x 0 ആയില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക, ഡിഗ്രി ഓഫ് r of x less than degree of g of x. ഓക്കെ, g of x നമ്മൾ ആരാണ്, ഡിവൈസർ അല്ലേ. അപ്പോൾ ഡിവൈസറിന്റെ ഡിഗ്രിനേക്കാൾ ചെറുതായിരിക്കും നമ്മൾ റിമൈൻഡറിന്റെ ഡിഗ്രി വരിക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് പറയുമോ? ക്ലിയർ ആണ്. നമ്മളിപ്പോ പറഞ്ഞു എഫ് ഓഫ് എക്സിനെ നമ്മൾ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് ആണ് ക്യൂ ഓഫ് എക്സ്. അതുപോലെ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ആണ് ആർ ഓഫ് എക്സ്. നമുക്ക് എഫ് ഓഫ് എക്സിനെ ഏത് രൂപത്തിൽ എഴുതാൻ പറ്റും, ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് അല്ലേ, ഈ രൂപത്തിൽ എഴുതാന്ന് പറഞ്ഞു. ഇനി ഇത് നമ്മൾ ഏത് കേസിലാണ്, റിമൈൻഡർ ഉള്ള കേസാണോ? അല്ല, ഓക്കെ, നമ്മള് ഇത് നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇനി ഞാൻ എടുക്കുകയാണ് എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ വൺ ഓഫ് എക്സ് പ്ലസ് ആർ വൺ ഓഫ് എക്സ്, where Q1 of x and
R1 of x are polynomials and R1 of x is എന്തായിരിക്കണം either 0 or has lower degree than g of x, q1 of x and r1 of x coincides with quotient and the remainder obtained by division. അപ്പോൾ നമ്മളിപ്പോൾ ഡിവിഷന്റെ കേസിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിർത്തി. ഇനി ഞാൻ എടുക്കുകയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ വൺ ഓഫ് എക്സ് പ്ലസ് ആർ വൺ ഓഫ് എക്സ്. ഇവിടെ ക്യൂ വൺ ഓഫ് എക്സ് എന്താണ്? പോളിനോമിയൽ ആണ്. അതുപോലെ ആർ വൺ ഓഫ് എക്സ് എന്താണ്? പോളിനോമിയൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവിഷനിലൂടെ നമുക്ക് കിട്ടുന്ന കോഷ്യന്റും ഈ ക്യൂ വണ്ണും അതുപോലെ ഡിവിഷനിലൂടെ നമുക്ക് കിട്ടുന്ന റിമൈൻഡറും ഈ ആർ വണ്ണും എന്താണോ ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ മൂന്നാമത്തെ ഒരു പേജിൽ ഒരു ഇത് പറയുന്നില്ലേ, അത് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ്. എഫ് ഓഫ് എക്സിനെ എന്തിട്ടു? ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ വൺ ഓഫ് എക്സ് പ്ലസ് ആർ വൺ ഓഫ് എക്സ് കിട്ടും. ഞാൻ ഇക്വേഷൻ 1 കൊടുത്തു. ഇവിടെ ക്യൂ വണ്ണും ആർ വണ്ണും ആരാണ്? ക്യൂ വൺ ഓഫ് എക്സ് ആർ വൺ ഓഫ് എക്സ് ആരാണ്? പോളിനോമിയൽസ് ആണ്. പിന്നെ എന്ത് കണ്ടീഷൻ ഉണ്ട്? ആർ വൺ ഓഫ് എക്സ് ഈസ് എയ്തർ 0 or degree of r1 of x എന്താണ്? less than degree of g of x. ഇനി f of x equal to എന്താണ്? g of x into ഇത് നമ്മുടെ ഡിവിഷൻ q of x plus r of x. ഇനി ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 2 കൊടുത്തു. ഇവിടെ എന്താണ്? q of x ഉം r of x ഉം ആരാണ്? കോഷ്യന്റും റിമൈൻഡറും ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ കിട്ടുന്ന എന്താണ്? പോളിനോമിയൽ ക്യൂ വണ്ണും ഈ ക്യൂ ഓഫ് എക്സ് ഈക്വൽ ആണ്, അതുപോലെ ആർ വണ്ണും ആറും ഈക്വൽ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം, ഇതിന്റെ രണ്ടിന്റെ LHS ആരാ? എഫ് ഓഫ് എക്സ് അല്ലേ? ഇത് എഫ് ഓഫ് എക്സ് ആണ്, എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇക്വേഷൻ 1 ഉം 2 ഉം ഇക്വേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 we get എന്ത് കിട്ടും? g of x into q1 of x plus r1 of x equal to g of x into q of x plus r of x. ഇനി എന്ത് ചെയ്യാണ്? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, ഇതിനവിടെ കൊണ്ടുപോകണം. അപ്പോൾ g of x into q1 of x minus g of x into q of x equal to r of x minus r1 of x. ഇവിടെ g of x കോമൺ അല്ലേ, പുറത്തെടുക്കുക. അപ്പോൾ g of x into q1 of x minus q of x equal to r of x minus r1 of x. Okay.
ഇത് ഏത് ഫോമിലാണ്? ഇതിനെ എന്നും ഇതിനെ ഞാൻ ബി എന്നും ഇതിനെ സി എന്നും വിളിച്ചാൽ എ ബി ഇൻറ്റു സി എന്നുള്ള രൂപത്തിലല്ലേ? ഞാൻ 2 × 3 = 6 ഈ രൂപത്തിലല്ലേ? അപ്പൊ എനിക്ക് എന്ത് പറയാം ഇവിടുന്ന്? 2 6 ഡിവൈഡ് ചെയ്യും, 3 6 ഡിവൈഡ് ചെയ്യും എന്ന് പറയാം അല്ലേ? 2 6 ഡിവൈഡ്. അപ്പൊ അതുപോലെ ഇവിടെ നമുക്ക് എന്ത് പറയാം? എയും സീനെ ഡിവൈഡ് ചെയ്യും, ബിയും സീനെ ഡിവൈഡ് ചെയ്യും എന്ന് ഇവിടുന്ന് പറയാം. ഓക്കെ, അപ്പോ എന്താ പറയാ, ഈ നമ്മള് 3 രൂപത്തിൽ പറയാന്ന് പറയുന്നു അല്ലെ? എങ്ങനെയായിരുന്നു? ഒന്ന് g(x) by f(x) അല്ലെങ്കിൽ f(x) divisible by g(x) അല്ലെങ്കിൽ g(x) is a factor of f(x) എന്നുള്ള രൂപത്തിൽ പറയാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ, r(x - r1(x) divisible by g(x) എന്ന് പറഞ്ഞൂടെ? r(x - r1(x) എന്താണ്? divisible by g(x). ഇവിടെ എന്താണ്? 6 divisible by 2 എന്ന് പറയാം, അതുപോലെ 6 divisible by 3 എന്ന് പറയാം. അപ്പോൾ അതുപോലെ r(x - r1(x) divisible by g(x) എന്ന് പറയാം. ഇനി ഞാൻ എന്ത് ചെയ്യാം? സപ്പോസ് ചെയ്യാണ്, സപ്പോസ് ഈ r(x - r1(x) ഐഡന്റിക്കലി 0 അല്ല എന്ന് സപ്പോസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ആവുമ്പോൾ എനിക്ക് എന്ത് പറയാം? നമ്മൾ 2 കണ്ടീഷനാണ് പറഞ്ഞത്. ഒന്നുകിൽ എന്താണ്, ഇതിന്റെ 0 ആവാം r(x) അല്ലെങ്കിൽ ഇതിന്റെ ഡിഗ്രി ഇതിനേക്കാൾ ചെറുതാവാം അല്ലേ? അപ്പൊ ഇതല്ല എന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റ് കേസ് അല്ല, r(x) എന്ന് പറഞ്ഞ എന്താണ്, റിമൈൻഡർ 0 അല്ല എന്ന് പറഞ്ഞത്. ഇതിന്റെ ഡിഗ്രി ആരുടെ ഡിഗ്രിനേക്കാൾ ചെറുതാന്നുള്ള g(x) ഡിഗ്രിനേക്കാൾ ചെറുതാന്ന് പറയാം അല്ലെ? ഇവിടെ നിന്ന് എന്താ പറയുക? ഡിഗ്രി ഓഫ് r(x - r1(x) ലെസ് ദാൻ ഡിഗ്രി ഓഫ് g(x). ഇത് നമ്മൾ സപ്പോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, പക്ഷേ but we have നമുക്ക് എന്താണുള്ളത്? r(x - r1(x) g(x) കൊണ്ട് ഡിവിസിബിൾ ആണെന്നല്ലേ പറഞ്ഞേ അല്ലേ? അതായത് നമുക്ക് എന്താ ഉള്ളത്? r(x - r1(x) ഡിവിസിബിൾ ബൈ g(x) ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? അതായത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? g(x) അല്ലേ? ഇതല്ലേ ഇതിന്റെ മീനിങ്. നമ്മൾ എന്ത് ചെയ്തു? ഇത് സപ്പോസ് ചെയ്തു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇത് കിട്ടി. ഇത് നമ്മുടെ കയ്യിലുണ്ട് ഈ റിസൾട്ട്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? g(x) ഡിവിസിബിൾ ബൈ ഇതല്ലേ? അതായത് ഡിഗ്രി ഓഫ്, ഇതിനെ എങ്ങനെ പറയാം? ഡിഗ്രി ഓഫ് g(x) ലെസ് ദാൻ ഡിഗ്രി ഓഫ് r(x - r1(x) അല്ലേ? അപ്പൊ കോൺട്രഡിക്ഷൻ ആയോ? തെറ്റായോ? കാരണം എന്താണ്? നമുക്ക് എന്താ ഇത് സപ്പോസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? r(x - r1(x) ഡിഗ്രിയാണ് ഇതിനേക്കാൾ ചെറുത് എന്ന്. പക്ഷെ നമ്മളുള്ള കയ്യിലുള്ള റിസൾട്ട് യൂസ് ചെയ്തപ്പോൾ നമുക്ക് തിരിച്ചാ കിട്ടിയത് അല്ലേ? അപ്പോൾ എന്ത് കോൺട്രഡിക്ഷൻ ആയി അല്ലേ? ഹെൻസ് അവർ അസംഷൻ ഈസ് റോങ്. ഏത് അസംഷനാ റോങ് ആയത്? ഇത് അല്ലേ? ഇത് നമ്മൾ സപ്പോസ് ചെയ്തത്. ഇത് സപ്പോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം എഴുതി വെച്ചു. നമ്മളെ കയ്യിലുള്ള റിസൾട്ട് നമ്മൾ ചെയ്തു നോക്കി. അപ്പൊ നമുക്ക് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലേ? അപ്പൊ എന്താണ്, നമ്മൾ എടുത്ത ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് കിട്ടി. അപ്പോൾ എന്താണ്, നമുക്ക് എന്ത് പറയാം? ഇത് നോട്ട് ഐഡന്റിക്കലി ഈക്വൽ ടു 0 അല്ല, ഈക്വൽ ടു 0 തന്നെയാണെന്ന് പറയാം. r(x - r1(x) = 0 എന്ന് പറയാം. ഇതിന് നമുക്ക് എന്ത് പറയാം? ഈ സാധാരണ എന്താണ് ഇപ്പൊ r(x) ഈക്വൽ ടു r1(x) ഇങ്ങനെ പറഞ്ഞാൽ ഇത് ഈക്വൽ എന്നുള്ള മീനിങ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ എല്ലാ കേസിലും ഈക്വൽ എന്നാണ് കേട്ടോ. അപ്പോൾ എന്താ പറയാ, ഇതിൽ നിന്ന് എന്ത് പറയാം? എല്ലാ കേസിലും ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആവുക എന്ന് പറയുമ്പോൾ r(x -
R1 of x എന്താണ്, സോറി, R of x equal to R1 R of x equal to R1 of x ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് വേണ്ട ഫസ്റ്റ് റിസൾട്ട് ആയി. അതായത് നമ്മൾ ഇങ്ങനെ എഫ് ഓഫ് എക്സിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടിയ റിമൈൻഡേഴ്സ് R1ഉം Rഉം ഈക്വൽ ആണെന്ന് പറയാം. ഇനി നമുക്ക് എന്ത് പറയണം, Q1ഉം Q of x ഈക്വൽ ആണെന്ന് പറയണം. അപ്പം നമുക്ക് ഇത് വേണ്ടവർ എഴുതിയിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ നോക്കിയിട്ട് പിന്നെ എഴുതിയിരിക്കുക. അതായത് ഈ രൂപത്തിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താണ് നേരെ ഇങ്ങനെ എഴുതി പോയതാണ്. ഇനി ഈ ക്വസ്റ്റിന് ഒരു സ്റ്റാർന്നോ എന്തെങ്കിലും കൊടുക്കട്ടോ. അപ്പോൾ ഫ്രം ഇക്വേഷൻ സ്റ്റാർ നമുക്ക് എന്ത് കിട്ടും, ഇത് ഈക്വൽ ടു 0 എന്നല്ലേ കിട്ടിയത്. അപ്പോൾ g of x ഇൻറ്റു q1 of x മൈനസ് q of x ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇയാൾ 0 അല്ലെങ്കിൽ ഇയാൾ 0 എന്നല്ലേ. പക്ഷെ ഇയാൾ എന്താണ് 0 ആവില്ല, കാരണം എന്താണ്, അത് ഡിവൈസർ ആണ് അല്ലേ. g of x എന്താണ്, ഡിവൈസർ ആണ്, അതുകൊണ്ട് എന്താണ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇയാളാണ് 0 ആവാൻ പോസിബിലിറ്റി ഉള്ളത്. അപ്പൊ എന്താണ് q1 of x മൈനസ് q of x ഈക്വൽ ടു 0 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, q1 of x ഈക്വൽ ടു q of x എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഡിവിഷനിലൂടെ ചെയ്യുന്ന എന്താണ്, സാധാരണ കേസിൽ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ക്വോഷ്യൻ്റ് റിമൈൻഡർ തന്നെയായിരിക്കും നമ്മൾ പോളിനോമിയൽ ചെയ്യുമ്പോൾ കിട്ടുന്നതും. ഓക്കെ, അത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നു. ഇനി അടുത്തത് നോക്കാം. അടുത്തൊരു റിമാർക്ക് അല്ലേ, അതായത് F1 എന്താണ്, ഡിവിസിബിൾ ബൈ ജി ആണ്. ഡിവിസിബിൾ ബൈ ജി. F1 എന്താണ്, ജീനെ കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിനിങ്ങനെ എഴുതിക്കൂടെ. ഓക്കെ, അപ്പൊ എഫ് എനിക്ക് ഏത് രൂപത്തിൽ എഴുതാം, അപ്പോൾ 2 ഡിവൈഡ് 6 എന്ന് പറഞ്ഞാൽ ഇത് 6നെ എങ്ങനെ എഴുതാം, 2 ഇൻറ്റു സം ഈ രൂപത്തിൽ അല്ലേ. അപ്പൊ എനിക്ക് എഫിനെ എങ്ങനെ എഴുതാം, ജി ഇൻറ്റു സം ക്യൂ ക്വോഷ്യന്റ് അല്ലേ. അല്ലേ, ഇതാണ് ക്വോഷ്യന്റ്. അപ്പോൾ സം ജി ഇൻറ്റു ക്യൂ എന്ന് എഴുതാം. അതുപോലെ F1 ഈക്വൽ ടു ജി ഇൻറ്റു Q1 എന്ന് എഴുതാം. F1ഉം ജീനെ കൊണ്ട് ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ജി എന്താണ് ഡിവിസിബിൾ ബൈ, സോറി, ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ആൻഡ് F1നെ കൊണ്ടും എന്താണ്, അതായത് എഫും F1ഉം ഡിവിസിബിൾ ബൈ ജി ആണെന്നുണ്ടെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ആൻഡ് F1 ഡിവിസിബിൾ ബൈ ജി ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് എന്താ പറയേണ്ടത്, ജി ഡിവൈഡ്സ് LF പ്ലസ് L1 F1 where L and L1 are arbitrary polynomials. Okay,
എഫും എഫ് വണ്ണും ഡിവിസിബിൾ ബൈ ജി ആണെന്നുണ്ടെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ആൻഡ് എഫ് വണ്ണും എന്താണ് ഡിവിസിബിൾ ബൈ ജി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ പ്രൂഫ് നോക്കുക. നമുക്കിപ്പോ എന്താ ഉള്ളത്? ഇത് നമ്മുടെ കയ്യിലുള്ളതാണ് അല്ലെ. എഫ് എഫ് വണ്ണും ഡിവിസിബിൾ ബൈ ജി ആണ്. നമ്മൾ എന്ത് ചെയ്തു? എഴുതി ജി ഡിവൈഡ്സ് എഫ്, ജി ഡിവൈഡ്സ് എഫ് വൺ നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഈ കിട്ടിയ ഇതിന് ഇത് എഫ് ഈക്വൽ ടു ജി ക്യൂ എന്നും എഫ് വൺ ഈക്വൽ ടു ജി ക്യൂ വൺ എന്ന് എഴുതാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? എൽ എഫ് പ്ലസ് എൽ വൺ എഫ് വണ്ണിനെ ഞാൻ എങ്ങനെ എഴുതാൻ പോവാണ്? എല്ല് എഫിനെ എനിക്ക് ജി ക്യൂ എന്ന് എഴുതാം അല്ലേ, പ്ലസ് എൽ വൺ എഫ് വണ്ണിനെ എങ്ങനെ എഴുതാം? ജി ക്യൂ വൺ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ജി കോമൺ അല്ലേ, ജിനെ ഞാൻ പുറത്ത് കൊടുത്തു. അപ്പോൾ ജി എടുക്കുമ്പോൾ എൽ ക്യൂ പ്ലസ് എൽ വൺ ക്യൂ വൺ. അപ്പോൾ എന്താ കിട്ടി? എൽ എഫ് പ്ലസ് എൽ വൺ എഫ് വൺ ഈക്വൽ ടു ജി ഇൻറ്റു സം എൽ ക്യൂ പ്ലസ് എൽ വൺ ക്യൂ വൺ എന്നല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാം നമുക്ക്? ജി ഡിവൈഡ്സ് എന്താണ് എൽ എഫ് പ്ലസ് എൽ വൺ എഫ് വൺ കിട്ടൂലേ. 6 ഈക്വൽ ടു 2 ഇൻറ്റു 3 എന്നാകുമ്പോൾ 2 എന്താണ് 6നെ ഡിവൈഡ് ചെയ്യും, 3 6നെ ഡിവൈഡ് ചെയ്യും. ഇവിടെ നിന്ന് പറയാം നമുക്ക് ജി എന്താണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു, ഈ നമ്പറിനെ ഡിവിസിബിൾ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു പറയാം. ഓക്കെ, നമുക്ക് എന്തായി? എഫും എഫ് വണ്ണും ഡിവിസിബിൾ ബൈ ജി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും അതും എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ ജി ആയിരിക്കും എന്ന് കിട്ടി. ഓക്കെ, ജസ്റ്റ് നമ്മൾ റിമാർക്ക് ആയിട്ടാണ് നോട്ടിൽ ചെയ്തത്. ഇനി അടുത്തത് നോക്കുക, മെത്തേഡ് ഓഫ് ഡിറ്റാച്ച്ഡ് കോഎഫിഷ്യൻസ്. Method of detached coefficients. ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഡിവൈഡ് x raised to 8 plus x raised to 7 plus 3x raised to 4 minus 1 by x raised to 4 minus 3x cube plus 4x plus 1. ഈ പോളിനോമിയലിനെ ഈ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പോളിനോമിയൽസിന്റെ ഡിവിഷനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. മെത്തേഡ് ഓഫ് ഡിറ്റാച്ച്ഡ് കോഎഫിഷ്യൻസ് വെച്ചിട്ട് ഈ പോളിനോമിയലിനെ ഈ പോളിനോമിയൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ ആൻസർ നോക്കാം. ഇവിടെ ഇയാളല്ലേ എന്താണ് ഡിവിഡൻഡ്, ഇയാള് ഡിവൈസറും അല്ലേ, ഇയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ. എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോലെ. ഇയാള് ഡിവിഡൻഡും ഇയാള് ഡിവൈസറും ആണ്. അപ്പോൾ ഈ എന്താണ് ഡിവിഡൻഡ് എക്സ് റേസ് ടു 8 എക്സ് റേസ് ടു 7 3x raised to 4 minus 1നെ എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്ക്, എക്സ് 8ന്റെ പവർ ഉണ്ട്, 7ന്റെ ഉണ്ട്, പിന്നെ 6ഉം 5ന്റെ ഒന്നുമില്ല അല്ലെ, ക്യൂബിന്റെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരൊക്കെ വരുന്ന രൂപത്തിൽ ഇതിനെ എഴുതണം. 0 ഒക്കെ കൊടുത്തിട്ട് 0 ഇൻറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം. അപ്പോൾ എക്സ് റേസ് ടു 8 ഇൻറ്റു എക്സ് റേസ് ടു 7, ഇവിടെ ആരാണ്? പിന്നെ 6ന്റെ ഇല്ല. അപ്പോൾ 0 ഇൻറ്റു എക്സ് റേസ് ടു 6 പ്ലസ് 0 ഇൻറ്റു എക്സ് റേസ് ടു 5 പ്ലസ് പിന്നെ 4ന്റെ ഉണ്ട് അല്ലേ. അപ്പോൾ 3x റേസ് ടു 4 പ്ലസ് എന്താണ് ക്യൂബിൻ്റെ ഇല്ല. അപ്പോൾ 0 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 0 ഇൻറ്റു എക്സ് മൈനസ് 1. ഇത് തന്നെയാണ് ഈ രൂപത്തിലേത്. ഇനി ഇയാളാണ് നമ്മളെ ഡിവിഡൻഡ്, ഇയാളാണ് ഡിവിഡൻഡ്. ഇനി നമ്മൾ ഡിവൈസറിന് നമ്മൾ എഴുതാൻ പോവാണ്. എക്സ് റേസ് ടു 4 മൈനസ് 3x ക്യൂബ് പ്ലസ് 4x പ്ലസ് 1. ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ എന്താണ്
ഈ എഫ് ഓഫ് എക്സ് ഇതും ജി ഓഫ് എക്സ് ഇതുവാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും ജി ഓഫ് എക്സിനേക്കാൾ കൂടുതൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഇയാൾ തന്നെയാണ് ഡിഗ്രി കൂടുതൽ. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെ ഇത് എക്സ് റേസ് ടു 4 മൈനസ് 3x³ പ്ലസ് 4x പ്ലസ് 1നെ എങ്ങനെ എഴുതാൻ പോവാണ്? ഇവിടെ 4ന്റെ പവർ ഉണ്ട്, ക്യൂബിന്റെ ഉണ്ട്, സ്ക്വയറിന്റെ ഇല്ല അല്ലേ? അപ്പൊ അതിനെ എക്സ് റേസ് ടു 4 മൈനസ് 3x³ പ്ലസ് 0x² പ്ലസ് 4x പ്ലസ് 1. ഇതാണ് നമ്മുടെ ഡിവൈസർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ശ്രദ്ധിക്കട്ടോ, ഡിവിഡൻഡ് ഡിവൈസർ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ എഴുതാൻ പോവാണ്. എക്സ് റേസ് ടു 8 ഇവിടെ 1 1 0 0 3 0 0 0 മൈനസ് 1. അതിന് ഞാൻ എടുത്ത് എഴുതാൻ പോവാണ്. 1 1 0 0 3 0 0 0 0 0 മൈനസ് 1. ഇനി ഡിവൈസറിന്റെ എഴുതാൻ പോവാണ്. 1 മൈനസ് 3 0 4 അല്ലേ? 1 മൈനസ് 3 0 4 1. ഇനി നോക്കാം. ഡിവിഡൻഡിന്റെ ഫസ്റ്റ് കോഎഫിഷ്യന്റ് ആരാ? 1 അല്ലേ? അപ്പൊ ഡിവിഡൻഡിന്റെ ഫസ്റ്റ് കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 1നെ കിട്ടാൻ ഞാൻ ഡിവൈസറിന്റെ ഫസ്റ്റ് കോഎഫിഷ്യന്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഡിവിഡൻഡിന്റെ കോഎഫിഷ്യന്റ് 1 കിട്ടാൻ ഞാൻ 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പൊ 1 ഈ 1 ഞാൻ ഇവിടെ എഴുതി. ഇവിടെ എന്ത് ചെയ്തു? ഡിവിഡൻഡിന്റെ 1നെ കിട്ടാൻ വേണ്ടിയിട്ട് ഡിവൈസറിന്റെ 1നെ കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഡിവിഡൻഡിന്റെ 1 കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ 1? അപ്പൊ ആ 1നെ ഞാൻ എഴുതി. ഇനി ഈ 1 കൊണ്ട് ഞാൻ ഇവരെല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. 1 × 1 1 × -3 1 × 0 1 × 4 1 × 1. അത് ഞാനിവിടെ എഴുതാൻ പോവാണ്. അപ്പൊ 1 × 1 1 1 × -3 -3 1 × 0 1 × 4 1 × 1. ഇനി ഞാൻ ഇവരെ മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പൊ 1 ന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 0 ആണ്. ഫസ്റ്റ് 0 ആയതുകൊണ്ട് ഞാൻ എഴുതണ്ട. ഓക്കെ, ഫസ്റ്റിലാണ് 0 ആയതുകൊണ്ട് എഴുതണ്ട. അപ്പൊ 1 ന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 0, അത് എഴുതണ്ട. ഇനി എന്ത് ചെയ്യാം? ഇതിൽ നിന്നൊക്കെ മൈനസ് ചെയ്യാം. അപ്പൊ 1 മൈനസ് -3 എന്ത് വരും? 1 + 3 4 വരും അല്ലേ? ഇനി എന്ത് ചെയ്യാണ്? 0 ന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 0 0 ന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ -4 3 ന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 2. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാല് ഈ 0നെ ഞാൻ ഇങ്ങോട്ട് ഇറക്കി എഴുതാം. എന്ത് ചെയ്തേ? ആദ്യം ഡിവിഡൻഡിന്റെ കോഎഫിഷ്യന്റുകൾ എഴുതി, ഡിവൈസറിന്റെ കോഎഫിഷ്യന്റുകൾ എഴുതി. ഡിവിഡൻഡിന്റെ 1 കിട്ടാൻ വേണ്ടിയിട്ട് ഡിവൈസറിന്റെ 1നോട് കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കാം. ആ ആളെ ഞാൻ ഇവിടെ എഴുതി. ആ ആളെ കൊണ്ട് ഇവരെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്തു. ആ നമ്പർ ഇവിടെ എഴുതി. ഇനി എന്ത് ഇവർ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റത്തെ ആള് 0 ആയതുകൊണ്ട് അത് എഴുതണമെന്നില്ല. ഇത് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് എഴുതി. ഫസ്റ്റ് ഈ 0നെ ഞാൻ ഇവിടെ ഇറക്കി എഴുതി. ഓക്കെ, ഇനി നോക്കാം. ഡിവിഡൻഡിന്റെ അടുത്ത ആളെ ഡിവിഡൻഡിന്റെ ഫസ്റ്റ് കോഎഫിഷ്യന്റ് 4 ആണല്ലേ അടുത്തെ? അപ്പൊ ഇയാളെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡിവൈസറിന്റെ കേസിൽ എപ്പോഴും ഈ 1നെയാണ് കിട്ടും. നോക്കുക, ഈ 1നെ കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ ഡിവിഡൻഡിന്റെ 4 കിട്ടുക നോക്കാം. എപ്പോഴും ഡിവൈസറിന്റെ ഈ 1നെയാണ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഡിവൈസറിൽ ഈ 1ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവിഡൻഡിന്റെ 4 കിട്ടും? നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തത്? ഡിവൈസറിന്റെ ഡിവിഡൻഡിന്റെ 1 കിട്ടാൻ വേണ്ടിയിട്ട് ഡിവൈസറിൽ ഈ 1ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ആ 1 കിട്ടും നോക്കി. അത് നമ്മളിവിടെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ ഡിവിഡൻഡിന്റെ 4 കിട്ടാൻ ഡിവൈസറിന്റെ കൂടെ ഈ ഡിവൈസറിന്റെ 1ന്റെ കൂടെ ആര് മൾട്ടിപ്ലൈ ചെയ്യണം? 4 അല്ലേ? അപ്പോൾ എന്താണ് 4 കിട്ടി. ഇനി ഈ 4നെ ഈ നമ്പേഴ്സിനെ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 × 1 4, പിന്നെ 4 × -3
-12, പിന്നെ 4 × 0 0, 4 × 4 16, പിന്നെ 4 × 1 4. ഇനി എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. 4 4 മൈനസ് ചെയ്യുമ്പോൾ 0 ആണ് ഫസ്റ്റ് ആള് ആയതുകൊണ്ട് നമ്മൾ എഴുതാനൊന്നുമില്ല. ഇനി ഇത് ചെയ്യാം. അപ്പോൾ 0 - -12 +12 കിട്ടും അല്ലേ? ഇനി -4 - 0 എന്താണ്? -4 തന്നെയാണ്. 2 - 16 എത്ര വരും? -14 വരും അല്ലേ? പിന്നെ 0 - 4 -4 തന്നെയാണ്. ഇനി അടുത്ത 0നെ ഇവിടെ ഇറക്കി എഴുതാം. ആദ്യം നമ്മൾ ഈ 0നെ ഇവിടെ ഇറക്കി എഴുതി, പിന്നെ അടുത്ത ഈ 0നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം? ഇറക്കി എഴുതാൻ പോവാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഡിവിഡൻഡിൽ ഇപ്പോൾ 12 ഇല്ലേ? ഫസ്റ്റ് കോഎഫിഷ്യന്റ് 12 ആണ്. അപ്പോൾ ഡിവൈസറിലുള്ള ഈ 1നോട് കൂടെ ആരെ പ്രോഡക്റ്റ് ചെയ്താലാണ് ഡിവിഡൻഡിലെ 12 കിട്ടുക നോക്കാം. ആരാണ്? 12 തന്നെയാണ്. അപ്പോൾ 12ന് 1നോട് കൂടെ 12 ചെയ്താൽ നമുക്ക് 12 കിട്ടും അല്ലേ? അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഈ ഡിവൈസറിലെ 1നോട് കൂടെ 1 ആരെ ചെയ്താൽ 1 കിട്ടും നോക്കുക. ആ 1 എഴുതി, 1നോട് ഇവരെ എല്ലാവരെയും പ്രോഡക്റ്റ് ചെയ്തിട്ട് അത് എഴുതി, മൈനസ് ചെയ്തു എഴുതി, ഈ 0നെ ഇറക്കി എഴുതി. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ അടുത്ത ആളെ നോക്കുക. ഈ 4 കിട്ടാൻ ഈ 1നോട് കൂടെ ആരെ പ്രോഡക്റ്റ് ചെയ്യണം? 4നെ പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ 4നെ എന്നിട്ട് എന്ത് ഇവരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എഴുതി. നമ്മൾ എന്ത് ചെയ്തു? ഇത് സബ്സ്ട്രാക്ട് ചെയ്തു, അടുത്ത 0നെ ഇറക്കി എഴുതി. ഇനി നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഇവിടെ 12 കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ? ഈ 12നെ ഇവരെ കൊണ്ടൊക്കെ പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ 12 × 1 12, പിന്നെ 12 × 1 12, 12 × -3 -36 അല്ലേ? 12 × -3 -36, 12 × 0 0, 12 × 4 48, പിന്നെ 12 × 1 12 തന്നെ. ഇനി എന്ത് ചെയ്യണം? വീണ്ടും സബ്സ്ട്രാക്ട് ചെയ്യണം. ഇവിടെ 0 ആയിട്ട് എഴുതണ്ട. -4 -36 സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -4 -36, -4 + 36, 36 4 - 32 അല്ലേ? 32. പിന്നെ -14 0 സബ്സ്ട്രാക്ട് ചെയ്താൽ -14 തന്നെയാണ്. -4 48 ചെയ്താൽ -52 അല്ലേ? പിന്നെ 0 -12 ചെയ്താൽ -12. ഇനി അടുത്ത 0നെ ഇറക്കി എഴുതണം. ഓക്കെ, ഇനി നോക്കാം. ഇനി എന്ത് ചെയ്യണം? ഇനിയും എന്താണ്? ഇപ്പോൾ ഡിവൈഡൻഡിലുള്ള 32 ആണ്. അപ്പോൾ ഈ 32 കിട്ടണമെന്നുണ്ടെങ്കിൽ 1ന്റെ കൂടെ ആരെ പ്രോഡക്റ്റ് ചെയ്യണം? 32 തന്നെ. അപ്പോൾ നമുക്ക് ഇനി 32നെ ഇവരെല്ലാവരും കൊണ്ട് പ്രോഡക്റ്റ് ചെയ്യാം. അപ്പോൾ 1 × 32 32, പിന്നെ -3 × 32 എന്ത് വരും? -96 വരും അല്ലേ? പിന്നെ 32 × 0 0, 32 × 4 128, 32 × 1 32. ഇനി എന്ത് ചെയ്യാം? സബ്സ്ട്രാക്ട് ചെയ്യാം. 32 32 മൈനസ് ചെയ്യുമ്പോൾ 0 തന്നെയാണ്, അത് എഴുതണ്ട. -14 96 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 82 വരും. പിന്നെ -52 തന്നെ ഇവിടെ വരിക. പിന്നെ -12 120 മൈനസ് ചെയ്യുമ്പോൾ 120 മൈനസ് ചെയ്യുമ്പോൾ -140 കിട്ടും. ഇതെന്ത് വരും? -32 കിട്ടും. പിന്നെ ലാസ്റ്റ് ഇയാളും കൂടെ എന്ത് ചെയ്യുക? നമ്മൾ ഇറക്കി എഴുതാം. ഓക്കെ, നമ്മൾ നോക്കാം. ഇവിടെ 82 അല്ലേ? അപ്പോൾ 82 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇയാളെ കൂടെ ആരെ പ്രോഡക്റ്റ് ചെയ്ത് 82 തന്നെ. ഓക്കെ, അപ്പോൾ 82 × 1 82 × -3 82 × 0 82 × 4 82 × 1 ചെയ്യണം. അപ്പോൾ എന്ത് വരും? 82 -246 0 328 82 വരും. ഇതെന്ത് സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 82 0 വരും. ഇത് ചെയ്യുമ്പോൾ 194 -140 -360 -83. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ. ഈ 1 4 മൈനസ് റിമൈൻഡർ കോഎഫിഷ്യന്റ് കേട്ടോ. പിന്നെ 1 4 12 32 82 ഇതാണ് നമുക്ക് കിട്ടുന്നത് എന്താണ് കോഷ്യന്റിന്റെ ഇത്. ഓക്കെ, അപ്പോൾ നോക്കുക കോഷ്യന്റ് എന്ത് വരും?
കോഷ്യന്റിൻ്റെത് 1 പിന്നെ 4 12 1 4 12 32 പ്ലസ് 82. അപ്പോൾ ഇവിടെ എന്താണ് 1 ഇൻറ്റു എക്സ് റേസ് ടു, ഇവിടെ മുതൽ എഴുതി പോവാം. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് അല്ലേ, ഇവിടെ എക്സിൻ്റെ ടേം, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെത്, ഇവിടെ എക്സ് ക്യൂബിൻ്റെത്, എക്സ് റേസ് ടു 4ൻ്റെത്. അപ്പോൾ നമുക്ക് എന്തായി കോഷ്യൻ്റ് കിട്ടി. ഇനി റിമൈൻഡറിൻ്റെ ആരാ വരിക? റിമൈൻഡറിൻ്റെത് എന്ത് വരും? 194 പിന്നെ മൈനസ് 140 മൈനസ് 360 മൈനസ് 83 അല്ലേ, ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഇത് എക്സ്, ഇത് എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്. എന്തായി? എക്സ് ക്യൂബ് ഈ രൂപത്തിൽ വന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഡിഗ്രി ഇതിനേക്കാൾ ചെറുതല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിനെ ഈ ഒരു പോളിനോമിയലിനെ ഇത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കോഷ്യൻ്റ് കിട്ടി, റിമൈൻഡർ കിട്ടി. ഇനി ഇതിനെ എനിക്ക് ഏത് രൂപത്തിൽ എഴുതാം? നമ്മൾ പറഞ്ഞിരുന്നു എന്ത്, എഫ് ഓഫ് എക്സ് ഞാൻ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ കിട്ടുന്ന ക്യൂ ഓഫ് എക്സ്, ഇവിടെ കിട്ടുന്ന ആർ ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിരുന്നു? ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എഴുതാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ നമ്മുടെ ഈ എക്സ് റേസ് ടു 8 പ്ലസ് അത് അല്ലേ. ഞാനിവിടെ എഴുതാൻ പോവാണ് കേട്ടോ. എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 8 പ്ലസ് എക്സ് റേസ് ടു 7 പ്ലസ് 3x റേസ് ടു 4 മൈനസ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എഴുതി. ജി ഓഫ് എക്സ് ഇൻറ്റു ഇവിടെ ജി ഓഫ് എക്സ് അതിലെ എക്സ് റേസ് ടു 4 മൈനസ് 3x ക്യൂബ് പ്ലസ് 4x പ്ലസ് 1 ഇൻറ്റു എന്താണ് ക്യൂ ഓഫ് എക്സ്. നമുക്ക് കോഷ്യൻ്റ് ഇവിടെ കിട്ടി അല്ലേ. എന്താണ് എക്സ് റേസ് ടു 4 പ്ലസ് 4x ക്യൂബ് പ്ലസ് 12x സ്ക്വയർ പ്ലസ് 32x പ്ലസ് 82 പ്ലസ് റിമൈൻഡർ എന്താണ് 194x ക്യൂബ് മൈനസ് 140x സ്ക്വയർ മൈനസ് 360x പ്ലസ് മൈനസ് 83. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ രൂപത്തിൽ എഴുതാമെന്ന് കിട്ടി. ഓക്കെ, ആൻസർ ആയിട്ടോ. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണേ.